ഗൗരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിച്ചണിലെ ജോലികൾ തീർത്ത് റൂമിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ ചെന്ന് ഡോർ തുറന്നു. അകത്ത് കയറി ഡോർ അടച്ച് ദേവൻ ഒന്നുകൂടി മുന്നിലേക്ക് നീങ്ങി നിന്നു. പഠിക്കായിരുന്നോ? ഞാൻ വന്നത് നിനക്കൊരു സർപ്രൈസ് ആയിട്ടാ. സർപ്രൈസോ? കണ്ണടക്കി. എന്തിനാ? സർപ്രൈസ് ആണെന്ന് പറഞ്ഞില്ലേ, കണ്ണടക്കി. അവൾ കണ്ണടച്ച് അവന് മുന്നിൽ നിന്നു. അവൻ ആ ബോക്സ് പോക്കറ്റിൽ നിന്നെടുത്ത് തുറന്നു. 2 സ്വർണ്ണവളകൾ. അതിൽ നിന്നൊരെണ്ണം അവൻ കയ്യിലെടുത്തു. ആ ബോക്സ് ടേബിളിൽ വെച്ചു. ഇടയ്ക്കൊന്ന് അവൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചപ്പോൾ, ഏയ്, കണ്ണു തുറക്കരുതെന്ന് പറഞ്ഞില്ലേ, ഞാൻ പറയുന്നത് വരെ കണ്ണു തുറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടവൻ അവളുടെ വലത് കൈ അവൻ്റെ കൈകളിലെടുത്തു. അവൻ വളയണിയിക്കാൻ ശ്രമിച്ചതും ഗൗരി പെട്ടെന്ന് കണ്ണു തുറന്നു. തൻ്റെ കൈ വേഗത്തിൽ പിൻവലിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ അവൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്കിതൊന്നും വേണ്ട. അവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണമറിയാതെ അവൻ പകച്ചു നിന്നു. അപ്പോഴേക്കും ഗൗരിയുടെ മനസ്സ് മാസങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനിടയിൽ ഇൻസ്പെക്ടർ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. മനു, തൻ്റെ അമ്മയിൽ നിന്ന് മാത്രമാണ് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കിട്ടിയതെങ്കിൽ ഇതൊരു ഫാമിലി ഇഷ്യൂ ആയി കണക്കാക്കുമായിരുന്നു. എന്നാൽ ഇതേ അനുഭവമുള്ള 2 പേർ കൂടി ഇവൾക്കെതിരെ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. പ്രണയം നടിച്ച് സ്വർണവും പണവും തട്ടിയെടുക്കുന്ന ഹണി ട്രാപ്പിൽ പെട്ടവളാണിവൾ. ഇല്ല ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൾ ചെവികൾ 2 കൈകൾ കൊണ്ട് അടച്ചു പിടിച്ചലറി. എന്തു പറ്റിയതെന്നറിയാതെ ദേവൻ പെട്ടെന്ന് അവളുടെ തോളിൽ പിടിച്ച് കുലുക്കി വിളിച്ചു. ഗൗരി, എന്താ നിനക്ക് പറ്റിയത്? എനിക്കിത് വേണ്ട. വേണ്ട, എനിക്ക് ഇവിടുന്ന് പോകൂ, പ്ലീസ്, ഒന്ന് പോകൂ. എന്താ നിന്റെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം? പറയേ. പ്ലീസ് സാർ, ഒന്ന് പോകൂ. അവൾ അവൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി യാചിച്ചു. അവളുടെ അസ്വസ്ഥതയ്ക്ക് കാരണമറിയാതെ ദേവൻ അവിടുന്ന് പോന്നു. ഡോറിനടുത്തെത്തി അവളെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൾ മുഖം പൊത്തി നിന്ന് കരയുകയായിരുന്നു. അവൻ ഡോറടച്ച് അവിടുന്ന് പോയതും അവൾ ചെന്ന് ഡോർ ലോക്ക് ചെയ്തു വന്ന് ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഗൗരി ദേവൻ്റെ മുഖത്തുപോലും നോക്കുന്നില്ലെന്നത് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ആരോടും തൻ്റെ മനസ്സ് വെളിപ്പെടുത്താനാവാതെ അവൻ വല്ലാതെ അസ്വസ്ഥനായി. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദേവൻ മുറ്റത്തു കൂടെ നടക്കുകയായിരുന്നു. ഗൗരി അവിടേക്ക് ചെന്നു. അവളെ കണ്ടതും ദേവൻ ചോദിച്ചു, എൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഇത്രയ്ക്ക് എന്നെ അവോയ്ഡ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എനിക്ക് സാറിനോട് സംസാരിക്കാനുണ്ട്. അവളുടെ ഗൗരവം നിറഞ്ഞ സ്വരം കേട്ട് അവൻ ഒന്ന് സംശയിച്ചു. എന്താ? അവൾ അകത്തേക്ക് നോക്കിയതിന് ശേഷം പറഞ്ഞു. അത് ഇവിടെ വെച്ച്. അവളുടെ മനസ്സ് വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ അവളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, 1 മിനിറ്റ്, ഇപ്പോൾ വരാം. എന്നിട്ടവൻ അകത്തേക്ക് കയറിപ്പോയി. കാറിൻ്റെ കീ എടുത്ത് തിരികെ വന്ന് പറഞ്ഞു, കയറ്. എവിടെ പോവുക? കയറ്, പറയാം എന്ന് പറഞ്ഞ് അവൻ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അവൾ കയറിയപ്പോൾ കാർ മഹേന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ടു. കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് രാമേട്ടൻ അകത്തു നിന്ന് വന്ന് നോക്കി. ഈ നേരത്ത് കുഞ്ഞത് എവിടെ പോയതാ, ആരോടും പറയാതെ? കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം ഡോർ ലോക്ക് ചെയ്ത് രാമേട്ടൻ അകത്തേക്ക് പോയി. ആ യാത്രയിലുടനീളം കാറിൽ രണ്ടാളും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അവളുടെ ഉള്ളിൽ അണപൊട്ടാൻ കാത്തുനിന്ന വാക്കുകൾ കാറിനുള്ളിലെ നിശബ്ദത കൂടുതൽ കനപ്പിച്ചു. ഒടുവിൽ കാർ ഒരു ബീച്ചിനോരം ചെന്നു നിന്നു. ഇരുൾ വീണ കടൽ തീരത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ തിരമാലകൾ തീരത്തെ പുണരുന്നത് കാണാമായിരുന്നു. അവർ കാറിൽ നിന്നിറങ്ങി. കടലിൽ നിന്നടിച്ച തണുത്ത കാറ്റ് അവരുടെ മുഖത്ത് ആഞ്ഞു വീശി. അവൻ കാറിൻ്റെ ബോണറ്റിൽ ചാരി കടലിലേക്ക് നോക്കി നിന്നു. അവൾ മുന്നോട്ട് നടന്നു. അല്പം അകലെ തിരമാലകൾ കാലിൽ തൊട്ടുതലോടുന്ന അരികിലായി അവൾ നിന്നു. നിശബ്ദതയ്ക്ക് വീണ്ടും ഭാരമേറി. ആ മൗനം തകർക്കാൻ അവർ ഇരുവരും ആഗ്രഹിച്ചെങ്കിലും എവിടെ തുടങ്ങണം എന്നതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടായിരുന്നില്ല. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. തിരമാലകളുടെ ഇരമ്പലിനിടയിൽ അവൻ മെല്ലെ ചോദിച്ചു, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവനെ നോക്കി. അവളുടെ കണ്ണുകളിലെ പതർച്ച അവനിൽ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. ഞാൻ പറയാൻ പോകുന്ന കാര്യം സാറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനിയും പറയാതിരുന്ന ഞാൻ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. അവൾ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നറിയാതെ അവൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അവളുടെ ശബ്ദത്തിലെ ആഴവും ഗൗരവവും വായുവിലെ തണുപ്പിനേക്കാൾ അവനെ വിറപ്പിച്ചു. എന്താ നീ പറയാൻ പോകുന്നത്? ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ വാക്കുകൾ കാറ്റിൽ അലിഞ്ഞു പോയെങ്കിലും അവനിൽ വലിയൊരു ഇടിമുഴക്കമായി തന്നെ പതിഞ്ഞു. ആ കടൽ തീരത്തെ ഇരമ്പലിനേക്കാൾ വലിയൊരു ശബ്ദമായിരുന്നു അവനിൽ ആ നിമിഷം ഉയർന്നത്. ഗൗരി.
അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യമോ ആക്രോശമോ ആയിരുന്നില്ല, മറിച്ച് ഒരു വലിയ തകർച്ചയുടെ ഈണമുണ്ടായിരുന്നു. ആ വിളിയിൽ ഗൗരിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ തലയുയർത്തി അവനെ നോക്കി. തിരമാലകൾ അപ്പോഴും കരയോട് തട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ നിമിഷം അവർക്കു ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ തോന്നി. ഇതുപോലെ പറയാൻ ഒരു പാസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരു നിയോഗമായ ഞാൻ കാണുന്നത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളുമില്ല. നീ എൻ്റെ പെണ്ണാ, ഈ മഹാദേവൻ്റെ പെണ്ണ്. മറ്റൊരാളും അതിനിടയിലില്ല. ദേവന്റെ ആ വാക്കുകൾ കടൽക്കാറ്റിനെ പോലും നിശ്ചലമാക്കുന്നതായിരുന്നു. ഒരു തരം അവകാശപ്പെടൽ നിറഞ്ഞ ആ സ്വരം കേട്ടപ്പോൾ ഗൗരിയുടെ ഉള്ളൊന്ന് വിറച്ചു. ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവന്റെ കണ്ണുകളിൽ ഒരു തരം ഭ്രാന്തമായ തീക്ഷ്ണത അവൾ കണ്ടു. പാസ്റ്റ് എന്ന് പറഞ്ഞ് മറന്നുകളയാൻ കഴിയില്ലെനിക്ക്. ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ ഇരട്ടി അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ തിരികെ ചെല്ലുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവളുടെ വാക്കുകൾ കനൽ വീഴുന്നത് പോലെ അവൻ്റെ കാതുകളെ പൊള്ളിച്ചു. തിരികെ ചെല്ലേ? കഴുത്തിൽ കിടക്കുന്ന ഈ താലി മറന്ന്, എന്നെ മറന്ന് നിനക്കങ്ങനെ പോകാൻ കഴിയുമോ? ഈ താലി എൻ്റെ കഴുത്തിൽ എങ്ങനെ വന്നുവെന്ന് സാറിന് അറിയാവുന്നതല്ലേ? ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിരുന്നോ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരാളുണ്ടാവുമെന്ന്, ഞാൻ സ്നേഹിക്കുന്ന ഒരാളുണ്ടാവുമെന്ന്? ശരിയാ, അന്നേരം ഞാൻ അതൊന്നും ഓർത്തില്ല. പക മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ പിന്നീട് ഞാൻ പോലും അറിയാതെ നിന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. നിന്റെ ഈ ചെറിയ അകൽച്ച പോലും എനിക്ക് താങ്ങാൻ കഴിയാവുന്നതല്ല. നീയില്ലാതെ എൻ്റെ ജീവിതം പൂർണ്ണമാവില്ല ഗൗരി. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്നെ നീ മനസ്സിലാക്കണം. ഇല്ല, എനിക്ക് സാറിനെ സ്നേഹിക്കാൻ കഴിയില്ല. എൻ്റെ മനസ്സിൽ മനുവേട്ടനല്ലാതെ മറ്റാരുമില്ല. ഞാൻ മനുവേട്ടനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. വിധി ഞങ്ങളെ വേർപിരിച്ചെങ്കിലും കാലം കൂട്ടിച്ചേർക്കുന്നു തന്നെ എൻ്റെ വിശ്വാസം. അതുവരെ മനുവേട്ടന് വേണ്ടി എനിക്ക് കാത്തിരിക്കണം. എനിക്ക് സാറിനെ സ്നേഹിക്കാൻ കഴിയില്ല. സാർ എന്നെ മറന്നേ പറ്റൂ. ദേവന്റെ ഉള്ളിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെയായിരുന്നു ആ നിമിഷം. ഗൗരിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ അവന് തോന്നി. സ്വന്തമാക്കാനുള്ള ആഗ്രഹവും അവളെ നഷ്ടപ്പെടുമെന്ന ഭയവും അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവൻ്റെ കണ്ണുകളിൽ ഭ്രാന്തമായ പ്രണയത്തിനു പകരം എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നതിൻ്റെ ശൂന്യത മാത്രം അവശേഷിച്ചു. എൻ്റെ ഈ ജീവൻ്റെ തുടിപ്പ് അവസാനിക്കുന്നത് വരെ എൻ്റെ ഉള്ളിൽ നീ മാത്രമായിരിക്കും ഗൗരി. ഇത്രയും നാൾ നീ എൻ്റേത് മാത്രമാണെന്ന് ഞാൻ അന്ധമായി വിശ്വസിച്ചു. പക്ഷേ ഇല്ല, നിന്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് നിന്നെ പിടിച്ചുകെട്ടാൻ എനിക്കാവില്ല. എന്നാൽ നീ മറ്റൊരാളുടേതാവുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഈ ശ്വാസത്തിൽ പോലും നിന്റെ പേരുള്ളപ്പോൾ നീ മറ്റൊരാളുടെ ഓർമ്മയിൽ ലയിച്ചു ചേരുന്നത് എനിക്ക് സഹിക്കാനാവുന്നതിലപ്പുറമാണ്. ഒന്നുകിൽ നീ പൂർണ്ണമായും എൻ്റേതാവുക, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായി മായുക എന്ന് പറഞ്ഞ് ദേവൻ അവളെ തന്നെ നോക്കി കടലിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നു. ഒരു നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകാതെ ഗൗരി പകച്ചു. കടലിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന ദേവനെ കണ്ട് അവൾ അലറി വിളിച്ചു. സാർ വേണ്ട, കയറി വരൂ സാർ. അവളുടെ ശബ്ദം തേങ്ങലായി മാറി. നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, പൊയ്ക്കോ. നിന്നെ സ്നേഹിക്കുന്നവൻ്റെ കൂടെ ജീവിക്കാൻ. അത് കാണാൻ എനിക്ക് കഴിയില്ല. വലിയൊരു തിരമാല വന്ന് ദേവനെയും കൊണ്ട് അവിടുന്ന് മാഞ്ഞു. സാർ എന്ന് ഉറക്കെ അലറി വിളിച്ച് അവൾ തിരമാലകൾക്കിടയിലൂടെ ഒരു ഭ്രാന്തിയെപ്പോലെ അവനെയും തിരഞ്ഞ് ഓടി. അവിടെയൊന്നും അവനെ കാണാതെ അവൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഐ ലവ് യു സാർ. ഞാൻ സാറിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ വിട്ടു പോവല്ലേ. അടുത്തൊരു കൂറ്റൻ തിരമാല അവളെയും കൊണ്ട് കടലിൻ്റെ ആഴങ്ങളിലേക്ക് കുതിച്ചു.